ശബരിമലയിൽ നിശ്ചിത ഇടവേളകളിൽ അനിഷ്ടം നടക്കാറുണ്ട്. അനിഷ്ടം നടക്കുന്നുവെന്ന് പറഞ്ഞാൽ ദേവൻ്റെ അനിഷ്ടമാണോ എന്ന് ഇതുവരെ ആരും അന്വേഷിക്കാറില്ല. രണ്ടാമത്തെ വിഗ്രഹം 50-ലെ വിഗ്രഹം മാറ്റി, പിന്നെയാണ് പഞ്ചലോക വിഗ്രഹം വെച്ച്. ആ വിഗ്രഹങ്ങൾ എവിടെയാണ്? ജീവനുള്ള 2 ജീവാത്മാവിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയ 2 വിഗ്രഹങ്ങൾ എവിടെ? ക്ഷേത്രത്തെയും ഹിന്ദു ആചാരങ്ങളെയും നമ്മൾ വളരെ ഗൗരവമായിട്ട് വേണം ഇത് കാണാൻ. നമസ്കാരം. ശബരിമലയിൽ കുറച്ച് നാളുകളായി വലിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള മൂല കാരണം എന്താണ്? ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടിനോട് പ്രതികരിക്കുകയാണ് സ്പിരിച്വൽ സയൻറ്റിസ്റ്റും സാമൂഹിക നിരീക്ഷകനും ശബരിമലയെക്കുറിച്ച് ദീർഘനാളായി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്. ശബരിമലയിൽ നിശ്ചിത ഇടവേളകളിൽ അനിഷ്ടം നടക്കാറുണ്ട്. മാത്രമല്ല, പല അനിഷ്ടങ്ങളും ചിലത് സന്നിധാനത്ത് നടക്കും, ചിലത് 18-ാം പടിയായിട്ട് ചേർന്ന് നടക്കും, ചിലത് അല്ലെങ്കിൽ തേങ്ങാപ്പുരയിൽ നടക്കും, ചിലത് പുല്ലുമേടിൽ വെച്ച് നടക്കും. എവിടെയെങ്കിലും അനിഷ്ടങ്ങൾ നടക്കാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ അവിടെ പോയിട്ട് വീട്ടിൽ പോകുന്നവർ ആക്സിഡൻറ്റിൽ മരിക്കാറെങ്കിലും ഉണ്ട്. അനിഷ്ടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുണ്ട്. അനിഷ്ടം നടക്കുന്നുവെന്ന് പറഞ്ഞാൽ ദേവൻ്റെ അനിഷ്ടമാണോ എന്ന് ഇതുവരെ ആരും അന്വേഷിക്കാറില്ല. നമ്മൾ ക്ഷേത്രമെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ധരിച്ചിരിക്കുന്നത് അവിടെ വച്ചിരിക്കുന്ന ഒരു ശില്പം, അതിൻ്റെ വിഗ്രഹം, കുറേ പൂജാരി, അവിടെ പോയി കുറേ കാര്യങ്ങൾ പറയുക, നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി കുറേ അർച്ചന പൂജയൊക്കെ ചെയ്ത് ഇനി വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. അതല്ല ക്ഷേത്രം. അതല്ല ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ക്ഷയമില്ലാതെ ഉള്ള ഊർജ്ജ സ്രോതസ്സാണ്. അത് ചൈതന്യമാണ്, വിശേഷാൽ ഗ്രഹിക്കേണ്ടതാണ്. അങ്ങനെ ഒരു സ്ഥലമാണത്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷാൽ ഗ്രഹിക്കേണ്ടതാണ്, ശില്പമല്ല വിഗ്രഹം. അതിൽ പ്രാണപ്രതിഷ്ഠ ചെയ്യാറുണ്ട്. ശബരിമലയിൽ 3 ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. എൻ്റെ അന്വേഷണ വിഷയമാണ്. ഞാൻ ഒരിക്കലും ഇതിൻ്റെ അവസാന വാക്കല്ല, ലാസ്റ്റ് ഡെസ്റ്റിനി എന്നല്ല. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു അന്വേഷകനാണ്. ശബരിമലയിൽ 2 പ്രാവശ്യം തീ പിടിച്ചിട്ടുണ്ട്. ഒരിക്കൽ തീ പിടിച്ചു, ഒരിക്കൽ തീ വച്ചു. ആദ്യം തീ പിടിച്ചപ്പോൾ ആ വിഗ്രഹം കൊണ്ട് ചാടി, ആ വിഗ്രഹം പിന്നെ അവിടുത്തെ എമ്പ്രാന്തിരി എടുത്തുകൊണ്ട് കുളത്തിൽ ഭസ്മക്കുളത്തിൽ ചാടി, ഭസ്മക്കുളത്തിൽ തിരിച്ചുകൊണ്ട് വെച്ചു. അങ്ങനെ കുറേ കഥകളുണ്ട്. രണ്ടാമത്തെ വിഗ്രഹം 50-ലെ വിഗ്രഹം മാറ്റി, പിന്നെയാണ് പഞ്ചലോക വിഗ്രഹം വെച്ച്. ആ വിഗ്രഹങ്ങൾ എവിടെയാണ്? ആ വിഗ്രഹങ്ങളിൽ പ്രാണപ്രതിഷ്ഠ ചെയ്തതല്ലേ ആ വിഗ്രഹങ്ങൾ? പ്രാണപ്രതിഷ്ഠ ചെയ്തെന്ന് പറഞ്ഞാൽ ആ വിഗ്രഹത്തിൽ ആ പ്രാണപ്രതിഷ്ഠ ചെയ്ത ആളിൻ്റെ ആത്മാവിൻ്റെ കുറേ ഭാഗമില്ലയോ? സ്പിരിറ്റിൻ്റെ, സോളിൻ്റെ, അതല്ല ആത്മപ്രതിഷ്ഠ, പ്രാണപ്രതിഷ്ഠ. ഞാൻ തന്ത്രിയാണെങ്കിൽ മൂലമന്ത്രം ചൊല്ലിക്കൊടുത്ത്, മൂലമന്ത്രം ചൊല്ലി ഒരു ശില്പത്തെ ഒരുപാട് പൂജാതി കർമ്മങ്ങൾ ചെയ്ത് അതിന് ജീവൻ വയ്പ്പിക്കുന്നു എന്നാണ് സങ്കല്പം. പിന്നെ കുളിപ്പിക്കുന്നു, കണ്ണ് കെട്ടുന്നു, കണ്ണെഴുതുന്നു, ഒരുപാട് കാര്യങ്ങൾ പിന്നെ ചെയ്യും. ജീവൻ വെച്ച് കഴിഞ്ഞ് അങ്ങനെ ജീവൻ വെച്ച് കഴിയുമ്പോൾ അതിലുള്ള ജീവൻ ഏതാണെന്നറിയാവോ? എൻ്റെ ജീവൻ്റെ അംശമാണ്. തന്ത്രിയായ ഞാൻ സുഭാഷല്ല, തന്ത്രിയായി ഇവിടെ ഇരിക്കുന്ന ആളിൻ്റെ ജീവൻ്റെ അംശമാണ്. അപ്പോൾ അത് ജീവനുള്ളതാണ്. ജീവനുള്ള 2 ജീവാത്മാവിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയ 2 വിഗ്രഹങ്ങൾ എവിടെ? അതിന് ആ 2 വിഗ്രഹവും മൂന്നാമതൊരു വിഗ്രഹം വന്നപ്പോൾ ആ 2 വിഗ്രഹവും നമ്മൾ മാറ്റി. ന്യായമാണ്. പരിഹാരക്രിയ ചെയ്തോ? ഞാൻ പറയേണ്ടതല്ല ഇത്. പരിഹാരക്രിയ ചെയ്തിട്ടുണ്ടോ? താഴമൺ തന്ത്രി കുടുംബത്തിൽ ഒരു ഘട്ടമായപ്പോൾ ആൺകുട്ടികളില്ല. അങ്ങനെ ഞാൻ പേരൊന്നും പറയുന്നില്ല ആളുടെ, നമ്മൾ വ്യക്തിപരമാവില്ലല്ലോ കാര്യം. ആൺകുട്ടികളുണ്ടായിരുന്നെങ്കിൽ ആ ആൺകുട്ടി ആയിരുന്നേനെ അവിടെ തന്ത്രി. ആൺകുട്ടികളില്ല. ഇപ്പോൾ രാജകുടുംബത്തിലൊക്കെ രാജാവിനും ആൺമക്കളില്ലാതെ വരുമ്പോൾ പെൺകുട്ടികളും കൊച്ചുകുട്ടികളൊക്കെ രാജാക്കന്മാരാവും പണ്ട്. താഴമൺ കുടുംബത്തിലെ ഇവിടെ ഇപ്പോൾ തന്ത്രിമാരായിരിക്കുന്ന ആളുകൾ ഇതിൻ്റെ സ്പിരിച്വാലിറ്റി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇതിൻ്റെ ആത്മീയത, അവരുടെ കുടുംബത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, ശബരിമലയുടെ തന്ത്രി ആരായിരിക്കണമെന്ന് സംബന്ധിച്ച് അവരുടെ കുടുംബത്തിൽ നടന്ന ചില തർക്കങ്ങൾ, അതിൻ്റെ പേരിൽ സഹോദരങ്ങൾ തമ്മിലുണ്ടാക്കിയ ചില ധാരണകൾ, ഒത്തീർപ്പൊന്നും ഞാൻ പറയുന്നില്ല, വഴക്കൊന്നുമല്ല, ചില ധാരണകൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിൽ ഈ തന്ത്രി ഇപ്പം മാറി മാറി വരുന്നത്. മോഹനൊരു തന്ത്രിയെ ഒരു സ്ത്രീ കേസുമായി പിടിച്ചു എറണാകുളത്ത് വെച്ച്. അതിൻ്റെ പാപക്രിയ ചെയ്തോ? ആര് ചെയ്തോന്ന്? ശബരിമലയിൽ ചെയ്തോ എന്നല്ല ചോദിക്കുന്നത്, തന്ത്രി കുടുംബം ചെയ്തോ? ആ ഒരു ചോദ്യമുണ്ട്. ശബരിമലയിൽ ചെയ്തതാണോ അവിടെ പൂജയൊക്കെ ചെയ്യേണ്ടത്? തന്ത്രി കുടുംബം ചെയ്തോ അതിൻ്റെ പാപപരിഹാരക്രിയ? നമ്മൾ ക്ഷേത്രത്തെയും ഹിന്ദു ആചാരങ്ങളെയും നമ്മൾ വളരെ ഗൗരവമായിട്ട് വേണം ഇത് കാണാൻ. ഇത് കറണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം
നമ്മളോട് സ്നേഹം. കറണ്ടിനോട് നമുക്ക് കറണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നമ്മൾ ഫാൻ ഇട്ടാൽ ഫാൻ കറങ്ങും, ഫ്രിഡ്ജ്, TV, മൊബൈലും കറണ്ടാണ്. എല്ലാ സംവിധാനങ്ങളും നമുക്ക് സ്നേഹത്തോടെ തരുന്ന സാധനമാണ് കറണ്ട്. അതിനോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും? റെഡിയാക്കും അത്. അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തികളെന്ന് പറയുന്നത്. അത് സൂര്യനായാലും നമ്മൾ സൂര്യപ്രകാശത്തിൽ ഇറങ്ങി നിൽക്കുന്നു. കുറേ സമയം നമ്മൾ നിന്നാൽ കുഴപ്പമില്ല. വീണ്ടും നമ്മൾ നിൽക്കുകയും നമ്മളൊരു പഞ്ഞിയും കുറച്ച് പേപ്പറും ഒക്കെ എടുത്ത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് നിർത്താൻ ആ പഞ്ഞിയെ കത്തിച്ചുളയും. സൂര്യപ്രകാശം ഇല്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു ലെൻസിനകത്തൂടെ സൂര്യപ്രകാശത്തെ കടത്തി വിട്ടാൽ താഴെ നമുക്ക് എന്ത് ചെയ്യാം? സ്കൂൾ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അത് ഊർജ്ജമാണ്. സാധാരണ നമ്മൾ കുളിക്കുമ്പോൾ സന്തോഷമാണ് വരുന്നത്, ശരീരത്തിന് സന്തോഷമാണ് വരുന്നത്. കുറച്ചുകൂടെ ഷവറിൽ നിന്ന് കുളിക്കുമ്പം കുറച്ചുകൂടെ സന്തോഷം വരും. കുറച്ചുകൂടെ ഉച്ചത്തിൽ നിന്ന് കുളിച്ച് നോക്കൂ നിങ്ങൾ, ചത്തുവും. എവിടെ? വാട്ടർഫാളിലൊക്കെ ചെന്ന് നിന്ന് നോക്കൂ. ഒരു പർട്ടിക്കുലർ ടൈമിനപ്പുറം വാട്ടർഫാളിൽ നിന്ന് ചത്തുവും, ശ്വാസം മുട്ടും. ഇനി മൂലമറ്റത്ത് നിന്ന് നോക്കൂ, കറണ്ട് അടിച്ച് കളയും. എല്ലാം വെള്ളത്തിലുള്ളതല്ലേ. മൂലമറ്റത്ത് നിന്ന് കറണ്ടിലും ആ വെള്ളത്തിലും കറണ്ടുണ്ട്. മറ്റേ വെള്ളച്ചാട്ടത്തിലെ വെള്ളത്തിലും കറണ്ടുണ്ട്, ഷവറിലെ വെള്ളത്തിലും കറണ്ടുണ്ട്, കയ്യിലെടുത്ത വെള്ളത്തിലും കറണ്ടുണ്ട്, കുടിച്ച വെള്ളത്തിലും കറണ്ടുണ്ട്, കണ്ണുനീരിലും കറണ്ടുണ്ട്. എന്താ ഇത് അടിക്കാത്തത്? ഇതിൻ്റെ തിയറി പഠിക്കണം. ഇതാണ് ഇതിൻ്റെ സ്പിരിച്വാലിറ്റി. ഇതിൻ്റെ അഹംബോധം ഇതാണ്. അഹംഭാവം വേറെ, അഹംബോധം വേറെ. ഈ അഹംബോധം നമ്മൾ പഠിച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തികളുടെ വിക്രിയകളും ക്രിയകളും ആയിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ, പ്രതിപ്രവർത്തനങ്ങൾ, രാസപ്രവർത്തനങ്ങൾ, ജൈവപ്രവർത്തനങ്ങൾ, ഭൗതിക പ്രവർത്തനങ്ങൾ, ഞാൻ അങ്ങനെ തന്നെ പറയാം, ആധുനിക സയൻസിനോട് ഇത് പഠിച്ചാൽ, അതായത് പഞ്ചഭൂതങ്ങളുടെ, വായുവിൻ്റെയും വെള്ളത്തിൻ്റെയും ഭൂമിയുടെയും ആകാശത്തിൻ്റെയും സൂര്യൻ്റെയും അഗ്നിയുടെയൊക്കെ ഈ പ്രവർത്തനങ്ങൾ പഠിച്ചാൽ ഇതിൻ്റെ ഒരു മിനിയേച്ചറാണ്, ഒരു പോക്കറ്റ് ഡിക്ഷണറി പോലെയാണ് എന്ത്? ക്ഷേത്രം. നമുക്ക് പെട്ടെന്ന് പോകാനും കാണാനും തൊഴാനും പറയാനുള്ളൊരു അക്ഷയ സെൻ്ററാണത്. പക്ഷേ അക്ഷയ സെൻ്ററിൽ എന്തുണ്ട്? ഒരു ഊർജ്ജം ഇരിക്കുന്ന സെൻ്ററാണ്. കേവല അക്ഷയ സെൻ്റർ അല്ലത്. അവിടെ ചെന്ന് തൊട്ട് കളിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവിടെ ചെയ്യേണ്ടുന്ന താന്ത്രിക വിദ്യകൾ, അവിടെ ചെയ്യേണ്ടുന്ന പാപപരിഹാര കാര്യങ്ങൾ, അവിടെ ചെയ്യേണ്ടുന്ന സ്ട്രക്ചറുകൾ, അവിടെ ചെയ്യേണ്ടുന്ന ആചാരകാര്യങ്ങൾ, അവിടെ പാലിക്കേണ്ട മര്യാദ, അവിടെ പാലിക്കേണ്ട ശുചിത്വം, ഇതെല്ലാം വളരെ 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 പ്രധാനമാണ്. ഇത് നഷ്ടപ്പെടുന്നതാണ് സ്പിരിച്വാലിറ്റി മനുഷ്യനെ ഏൽക്കാത്തത്. ഈ ആത്മീയത നമുക്ക് ഏൽക്കണമല്ലോ, ഏൽക്കാത്ത കാര്യം. അപ്പോൾ ശബരിമലയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടുള്ള 2 വിഗ്രഹങ്ങൾക്ക് എടുത്ത് ദൂരക്കളഞ്ഞതാണോ, അത് നശിപ്പിച്ചതാണോ, എന്ത് ചെയ്തു? അങ്ങനെയാണെങ്കിൽ ആ പ്രാണപ്രതിഷ്ഠയിലുള്ള ജീവാത്മാവിൻ്റെ ഭാഗമായിട്ടുള്ള ആത്മാവിനെ എന്ത് ചെയ്തു? അതിൻ്റെ പാപക്രിയങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞ കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ള കുറേ ദുരന്തങ്ങൾ സംഭവിച്ചു, അവരുടെ കുടുംബത്തിൽ കുറേ പ്രശ്നങ്ങൾ സംഭവിച്ചു. ഈ സംഭവങ്ങൾക്കുള്ള പാപപരിഹാരമൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടോ? ഈ സ്പിരിച്വാലിറ്റി കൂടെ ചേരുന്നതാണ് ശബരിമല. അതുകൊണ്ടാണ് നിശ്ചിത ഇടവേളകളിൽ ശബരിമല എന്ത് നടക്കുന്നത്? ഈ തന്ത്രിമാരുടെ പ്രശ്നവും ഈ അവിടുത്തെ തീ പിടിക്കലും ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇടയ്ക്കിടയ്ക്ക് തീ പിടിക്കുന്നുണ്ട് ശബരിമലയിൽ. ഈ തീ പിടിക്കലും എല്ലാം ഈ പ്രപഞ്ചശക്തികളുടെ ഒരു നമുക്ക് കാണിച്ചു തരുന്നതാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി ആവശ്യമായ പാപപരിഹാര ക്രിയകളും ആവശ്യമായ ശുദ്ധീകരണ ക്രിയകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഞാനതിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്തുകൊണ്ടെന്നാൽ ഒരു നിയതമായ ധാരയിലൂടെ മാത്രമേ കറണ്ട് സഞ്ചരിക്കുകയുള്ളൂ. എല്ലാ വയറും കൂടെ കൂട്ടിക്കെട്ടി വെച്ചാൽ ഷോക്കടിക്കും. അഴുക്കും നല്ലതും എല്ലാം കൂടി കൂട്ടിക്കെട്ടി വെച്ചാൽ അതുകൊണ്ടാണ് നിയതമായ ഒരു വയറിംഗ് സിസ്റ്റം വച്ചിരിക്കുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ, ആത്മീയത പാതയിൽ സഞ്ചരിക്കുമ്പോൾ നിയതമായ ചിട്ടകളും നിയതമായ സംവിധാനങ്ങളുമുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ പാപപരിഹാര ക്രിയകളും ഈ പൂജകളും പൂജാതി കർമ്മങ്ങളുമൊക്കെ. അതിൻ്റെ രൂപത്തിൽ ചെയ്തില്ലെങ്കിൽ കറണ്ട് അടിക്കുമ്പോൾ അത് തിരിച്ചടിക്കും. ആ തിരിച്ചടിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ശബരിമലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഇവിടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. തിരുവാഭരണം ഒരു കൃഷ്ണപ്പണിക്കര വെച്ചുകൊണ്ട് അവിടെ ഒരു ദേവപ്രശ്നം വെച്ച് അവിടെ ശബരിമലയിൽ തിരുവാഭരണം എന്തിനാണ് ശബരിമലയെ കൊണ്ടുപോകുന്നത്? പന്തളം കൊട്ടാരത്തിൽ നിന്ന് പൂർണ്ണയും പുഷ്കലയായിട്ടുള്ള കല്യാണമൊക്കെ എന്തിനാണ് നടത്തുന്നത്? അതിൻ്റെ ആചാരം വേറെയില്ലേ? ഇവർ പറഞ്ഞളഞ്ഞ് എന്താണെന്നറിയോ? ഈ പോറ്റിയെ കൊണ്ട് പറയിച്ചളഞ്ഞ്, പോറ്റിയല്ല മറ്റേ പൂജ, ഈ പ്രശ്നക്കാരനെ കൊണ്ട് പറയിച്ചളഞ്ഞ്
ഇനി പന്തളം കൊട്ടാരത്തിൽ ആഭരണമൊന്നും വയ്ക്കേണ്ട, ആഭരണമെല്ലാം എവിടെ കൊണ്ടുവയ്ക്കായി? പിന്നെ ആറന്മുള ക്ഷേത്രത്തിൽ കൊണ്ടുവയ്ക്കാൻ. ആരോട് ചോദിച്ചു? ഇത് ദേവപ്രശ്നത്തിൽ അങ്ങ് പറയാം, ദേവൻ പറഞ്ഞു എന്നാണ് പറയണേ. ഇതിലൊക്കെ ഒരുപാട് മാനിപ്പുലേഷൻസ് ഉണ്ട്. അതുകൊണ്ട് സത്യസന്ധമായി നടക്കാത്ത ദേവപ്രശ്നങ്ങൾ, മാനിപ്പുലേറ്റ് ചെയ്യുന്ന താല്പര്യങ്ങൾ, മാനിപ്പുലേറ്റ് ചെയ്ത് കൂട്ടുന്ന ജീവിത സാഹചര്യങ്ങൾ, കാമക്രോധ ലോഭ മോഹ, പിന്നെ മദ്യം, സ്ത്രീ, സ്വത്ത്, അഴിമതി, പിന്നെ ലഹരി പദാർത്ഥങ്ങൾ, ഇങ്ങനെ ഒരുപാട് വസ്തുക്കളുണ്ട്. ഇതിനോടുള്ള മോഹലോകത്ത് താമസിക്കുന്ന നമ്മളിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അത് ഇല്ലാതെ ഒരഹംബോധത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ സ്പിരിച്വൽ ആവുന്നത്. ആ സ്പിരിച്വാലിറ്റിയുടെ ഹയർ സൂപ്പർലേറ്റീവ് ഇടമാണ് ഇവിടം ക്ഷേത്രങ്ങൾ. അതിൻ്റെയും സൂപ്പർലേറ്റീവ് ഇടമാണ് ആര്? സൂപ്പർലേറ്റീവാണ് ദൈവങ്ങൾ, അതിൻ്റെ സൂപ്പർലേറ്റീവ് ഇടമാണ് ശബരിമലയുടെ ആചാര രീതികളൊക്കെ. അതുകൊണ്ടാണ് 41 ദിവസം വ്രതം, അങ്ങനെ വേറെ കുറേ കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും ഹൈ വോൾട്ടേജ്, മൂലമറ്റം പോലുള്ള ഹൈ വോൾട്ടേജ് ഉള്ളൊരു സ്ഥലത്ത് ചെന്നിട്ട് കളിക്കാൻ തുടങ്ങിയാൽ എടുത്തടിക്കും. ആ എടുത്തടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതിനൊരുപാട് കാര്യങ്ങൾ സ്പിരിച്വൽ ലോകത്തുണ്ട്. നമുക്കത് കൃത്യമായി ദയവായി അത് തന്ത്രിമാരും താന്ത്രിക വിദ്യ പഠിച്ചവരും പോറ്റി സമൂഹവും നമ്പൂതിരി സമൂഹവും എമ്പ്രാന്തിരി സമൂഹവുമൊക്കെ നിങ്ങൾക്കിത് പറയാനും പഠിക്കാനും പറ്റുള്ളൂ. ദയവായി കൃത്യമായി ഒരു വിലയിരുത്തൽ നടത്തണം. അത് കേവലം ഒരു ദേവപ്രശ്നത്തിൽ നിങ്ങൾ ഒതുക്കരുത്.